ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് ബിരിയാണിയാണ്. അതിനാവശ്യമായ 1 കിലോ കൊഞ്ചാണിത്. അത് നന്നായി കഴുകി മാറ്റി വെച്ചതാണ്. ഇതിലേക്ക് വേണ്ട മസാലകളാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ സാദാ മുളക് പൊടി, കുറച്ച് നാരങ്ങാ നീരും ചേർത്ത് നന്നായി പുരട്ടി വെക്കുക. അതൊരു 10 മിനിറ്റ് നേരം പുരട്ടി വെച്ചതിന് ശേഷം അത് പിന്നീട് വറുത്ത് കോരി മാറ്റാം. ഇനി ചോറിലേക്ക് ആവശ്യമായ 1 സവാള, കുറച്ച് കാഷ്യൂ, കുറച്ച് കിസ്മിസ്, ഇത് മൂന്നും നല്ലോണം വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം മസാല തയ്യാറാക്കാനുള്ള സാധനമാണ് 4 വലിയ സവാള നൈസായി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ 2 തക്കാളി നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയിലയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നേരത്തെ പുരട്ടി വെച്ച കൊഞ്ച് വറുത്ത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ വറുത്ത എണ്ണയിലേക്ക് സവാള ചേർത്ത് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റി എടുക്കുക. ഒരു 10 മിനിറ്റ് നേരം നന്നായി വഴന്ന് വന്നതിന് ശേഷം അത് ഒരു ബ്രൗൺ കളറായി മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളറായതിന് ശേഷം അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. അത് ഒരു കുറച്ച് ടൈം വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ. സോഫ്റ്റായി വന്നതിന് ശേഷം നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച കൊഞ്ച് ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം മല്ലിയിലയും തൂവിയാൽ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായത് ബിരിയാണി ഉണ്ടാക്കാനുള്ള റൈസാണ്. അതിന് ഞാൻ ബസുമതി റൈസാണ് എടുത്തത്. അതൊരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെള്ളം വാരാൻ വെച്ച റൈസാണിത്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ നല്ലോണം തിളച്ച എണ്ണയിലേക്ക് കുറച്ച് കറാമ്പൂ, കറുവപ്പട്ട, ഏലക്കായ, കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഈ വാർന്ന് വെച്ച അരിയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ അടുപ്പിച്ചാൽ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേത് പാത്രത്തിൻ്റെ അളവിലാണോ റൈസ് എടുക്കുന്നതിൽ അതിൻ്റെ 1.5 പാത്രം അളവിലാണ് വെള്ളവും ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.